രാപ്പകൽ ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. ജോലിത്തിരക്ക്, കുടുംബകാര്യങ്ങൾ, ഭാവിയിലെയോർത്തുള്ള ആശങ്ക. ഇതിനിടയിൽ മനസ്സിന്റെ സമാധാനം എവിടെയോ നഷ്ടപ്പെടുന്നു. എങ്ങനെ ഈ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാം? ഗുരുദേവൻ കാണിച്ചു തന്ന ഒരു കൊച്ചു കഥയിലൂടെ നമുക്കിന്ന് അത് മനസ്സിലാക്കാം. ഒരിക്കൽ കഠിനമായ വെയിലിൽ ഒരാൾ വലിയൊരു ഭാണ്ഡവും തലയിൽ ചുമന്ന് നടന്നു പോവുകയായിരുന്നു. അയാൾക്ക് നല്ല തളർച്ചയുണ്ട്, വിയർത്ത് കുളിച്ചിരിക്കുന്നു. മുഖത്ത് വലിയ ദേഷ്യവും സങ്കടവും. വഴിയിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവൻ ഇത് ശ്രദ്ധിച്ചു. ഗുരു അയാളെ അടുത്ത് വിളിച്ചു ചോദിച്ചു, "മകനെ, നീ എന്തിനാണ് ഇത്രയും ഭാരമേറിയ ഭാണ്ഡം തലയിൽ ചുമന്ന് കഷ്ടപ്പെടുന്നത്? അത് താഴെ വെച്ച് അല്പം വിശ്രമിച്ചുകൂടെ?" യാത്രക്കാരൻ പറഞ്ഞു, "ഗുരുവേ, ഇതിലെന്റെ ജീവിതത്തിലെ സങ്കടങ്ങളാണ്, പരാജയങ്ങളാണ്, നാളെയെക്കുറിച്ചുള്ള പേടികളാണ്. ഇത് ചുമക്കാതെ എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല." ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നീ ഇപ്പോൾ ഒരു വഞ്ചിയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് സങ്കൽപ്പിക്കുക. വഞ്ചി നിന്നെയും നിന്റെ ഭാണ്ഡത്തെയും ചുമന്നുകൊണ്ട് പോവുകയാണ്. എന്നിട്ടും നീ ആ ഭാണ്ഡം നിന്റെ തലയിൽ തന്നെ വെച്ചാൽ വഞ്ചിക്ക് ഭാരം കുറയുമോ? ഇല്ലല്ലോ. നിനക്ക് വെറുതെ കഴുത്തുവേദന എടുക്കുമെന്ന് മാത്രം." ഗുരു തുടർന്നു, "ഈ ലോകമാകുന്ന വഞ്ചി നിന്നെ ചുമക്കാൻ തയ്യാറാണ്. ആ ചൈതന്യത്തിൽ വിശ്വസിച്ച് നിന്റെ ആകുലതകൾ താഴെ വയ്ക്കുക. ഭാരം താഴെ വെച്ചാൽ മാത്രമേ നിനക്ക് വഞ്ചിയിലെ യാത്ര ആസ്വദിക്കാൻ കഴിയൂ." ഈ കഥയിലെ ഭാണ്ഡമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം. നമ്മളെക്കാൾ വലിയൊരു ശക്തി ഈ പ്രപഞ്ചത്തെ നയിക്കുന്നുണ്ട് എന്ന ബോധം വളർത്തുക. കഴിഞ്ഞുപോയതിനെക്കുറിച്ചുള്ള സങ്കടവും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയുമാണ് സമ്മർദ്ദമുണ്ടാക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസിക സമ്മർദ്ദം തോന്നുമ്പോൾ ഗുരുദേവന്റെ വരികൾ ഒന്നോർക്കുക. ശാന്തമായി ഒരിടത്തിരുന്ന് ധ്യാനിക്കുക. അറിവ് തന്നെയാണ് ശാന്തി എന്ന് തിരിച്ചറിയുക. നമ്മൾ ഒറ്റയ്ക്കല്ല, ആ വലിയ പ്രപഞ്ചസത്യത്തിന്റെ ഭാഗമാണെന്ന ബോധം നിങ്ങളെ കരുത്തരാക്കും.